നമസ്കാരം, ഗുരുകുല ഭാരതത്തിന്റെ PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനിൽ. PSC പരീക്ഷയിൽ പ്രധാനമായും LD ക്ലർക്ക് പരീക്ഷയിൽ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇംഗ്ലീഷ് ഭാഷാ ഭാഗത്തു നിന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ലാബ് അറ്റൻഡർ, തിയേറ്റർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് 7/1/2017 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 നടന്ന PSC പരീക്ഷയിലെ ഇംഗ്ലീഷ് പാർട്ടിലെ ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷൻസുമാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ദ റെയിൻ സ്റ്റോപ്പ്, the play had to be suspended. Option A, until. B, when. C, as. D, while. Answer, option A, until. മഴ തീരുന്നത് വരെ കളി സസ്പെൻഡ് ചെയ്യണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ until ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. when എപ്പോൾ എന്നതിനെ സൂചിപ്പിക്കുന്നു. while ഒരു കാര്യം നടക്കുന്ന അതേ സമയത്തെ സൂചിപ്പിക്കുന്നു. ആസും ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം നടക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ആന്റോണിം ഓഫ് ഫ്രീഡം. ഫ്രീഡം അതായത് സ്വാതന്ത്ര്യത്തിന്റെ വിപരീത പദം എന്താണെന്ന്. ഓപ്ഷൻ എ, ഇൻഡിപെൻഡൻസ്. ഓപ്ഷൻ ബി, ലിബർട്ടി. ഓപ്ഷൻ സി, ചോയ്സ്. ഓപ്ഷൻ ഡി, റെസ്ട്രിക്ഷൻ. ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി, റെസ്ട്രിക്ഷൻ ആണ്. റെസ്ട്രിക്ഷൻ അർത്ഥം വിലക്ക് അല്ലെങ്കിൽ നിയന്ത്രണം എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ വിപരീത പദം നിയന്ത്രണം, അതായത് റെസ്ട്രിക്ഷൻ എന്നാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഗോസ് ബിഫോർ എ ഫാൾ. ഓപ്ഷൻ എ, ഹോട്ടിനെസ്. ബി, കൈൻഡ്നെസ്. C, pride. D, happiness. Answer C, pride. Pride അർത്ഥം അഹങ്കാരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, ദേവനാരായണൻ asked the boy. Option A, what was he doing? B, what he was doing. C, what he did. D, what he would done. റിപ്പോർട്ടർ സ്പീച്ചിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, വാട്ട് ഹി വാസ് ഡൂയിങ്. ഇവിടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യന്റെ ഫോം ആയിട്ടുള്ള ഓക്സിലറി വെർബ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളത് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് എന്നാക്കി മാറ്റണം. അതായത് വാസ് ഹി ഡൂയിങ് എന്നുള്ളത് ഹി വാസ് ഡൂയിങ് എന്നാക്കി മാറ്റണം. റിപ്പോർട്ടർ സ്പീച്ചിൽ നിന്നുള്ള വിശദമായ ക്ലാസ്സുകൾ ഗുരുകുല ഭാരതത്തിന്റെ ക്ലാസ്സുകളിൽ ഇനി വരുന്നതായിരിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ് വിസാവി. ഓപ്ഷൻ എ, ബാക്ക് ടു ബാക്ക്. ബി, സൈഡ് ബൈ സൈഡ്. സി, ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ. ഡി, ഫേസ് ടു ഫേസ്. ആൻസർ ഓപ്ഷൻ ഡി, ഫേസ് ടു ഫേസ്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഡാഷ് 1990. ഓപ്ഷൻ എ, ഫ്രം. ഓപ്ഷൻ ബി, ടിൽ. ഓപ്ഷൻ സി, സിൻസ്. ഓപ്ഷൻ ഡി, ബിഫോർ. ഇവിടെ ആൻസർ ഓപ്ഷൻ സി, സിൻസ് ആണ്. ചോദ്യം ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ എന്നാണ്. അതായത് ഇത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തുടങ്ങിയ ഒരു കാര്യം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ ടെൻസ് സൂചിപ്പിക്കുന്നത്. ഈ ടെൻസിൽ വരുന്ന രണ്ട് ടൈംലി വേർഡ്സ് ആണ് സിൻസും ഫോറും. സിൻസ് പോയിന്റ് ഓഫ് ടൈമിനെ കാണിക്കുന്നു, ഫോർ പീരീഡ് ഓഫ് ടൈമിനെ കാണിക്കുന്നു. ഇവിടെ 1990 എന്നുള്ളത് ഒരു പോയിന്റ് ഓഫ് ടൈം ആണ്, അതുകൊണ്ട് സിൻസ് ഉപയോഗിക്കുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. വാക്കുകളുടെ ഉൽപ്പത്തിയെ പറ്റിയും അവയുടെ ചരിത്രത്തെ പറ്റിയും പരാമർശിക്കുന്ന ശാസ്ത്രശാഖ ഏത്? ഓപ്ഷൻ എ, എൻറ്റമോളജി. ഓപ്ഷൻ ബി, എറ്റിമോളജി. ഓപ്ഷൻ സി, ഫോണോളജി. ഓപ്ഷൻ ഡി, ഫോണറ്റിക്സ്. ആൻസർ ഓപ്ഷൻ ബി, എറ്റിമോളജി. എൻറ്റമോളജി ഷഡ്പദങ്ങളെ പറ്റിയുള്ള പഠനമാണ്. എറ്റിമോളജി പദോൽപത്തി ശാസ്ത്രമാണ്. ഫോണോളജി ശബ്ദശാസ്ത്രം അല്ലെങ്കിൽ സ്വരവിജ്ഞാനമാണ്. ഫോണറ്റിക്സ് ഉച്ചാരണ ശാസ്ത്രമാണ്. ഇവിടെ പദോൽപത്തി ശാസ്ത്രമായി എറ്റിമോളജിയാണ് ഉത്തരം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ അജിറ്റേഷൻ ബൈ ദ വർക്കേഴ്സ് ഫോർ ഹയർ വേജസ് ഹാസ് ഡാഷ്. ഇവിടെ ശരിയായ ഫ്രൈസൽ വെർബ് ഏതാണോ അത് എടുത്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഡൈഡ് ഡൗൺ. ഓപ്ഷൻ ബി, ഡൈഡ് അപ്പോൺ. ഓപ്ഷൻ സി, ഡൈഡ് ഓഫ്. ഓപ്ഷൻ ഡി, ഡൈഡ് ഔട്ട്. ആൻസർ ഓപ്ഷൻ എ, ഡൈഡ് ഡൗൺ. ഡൈഡ് ഡൗൺ മീനിങ് ബിക്കംസ് മച്ച് ലെസ് പവർഫുൾ, നോയ്സി ഓർ ആക്റ്റീവ്. അതായത് ശക്തി കുറഞ്ഞു കുറഞ്ഞു വരിക എന്നർത്ഥം. ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഉയർന്ന കൂലിക്ക് വേണ്ടിയിട്ടുള്ള ജോലിക്കാരുടെ അജിറ്റേഷൻ, സമരത്തിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അതിനുപയോഗിക്കുന്ന ഫ്രൈസൽ വെർബാണ് ഡൈഡ് ഡൗൺ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ആർ യു അഫ്രൈഡ് ഡാഷ് സ്നേക്സ്. ഓപ്ഷൻ എ, ബൈ. ഓപ്ഷൻ ബി, അറ്റ്. ഓപ്ഷൻ സി, അബൌട്ട്. ഓപ്ഷൻ ഡി, ഓഫ്. ആൻസർ ഓപ്ഷൻ ഡി, ഓഫ്. അഫ്രൈഡിനൊപ്പം ഓഫ് വരുന്നു. പത്താമത്തെ ക്വസ്റ്റ്യൻ, ഐ എം ലേറ്റ് ഡാഷ്. ഇത് ക്വസ്റ്റ്യൻ ടാഗ് എന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ, ആം ഐ. ഓപ്ഷൻ ബി, ആർൻഡ് ഐ. ഓപ്ഷൻ സി, ഈസിൻഡ് ഐ. ഓപ്ഷൻ ഡി, ആർ ഐ നോട്ട്. സൂചിപ്പിച്ചതുപോലെ ക്വസ്റ്റ്യൻ ടാഗിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റിനനുസരിച്ചാണ് ടാഗ് വരുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആകണം.
ടാഗ് ഉണ്ടാക്കുന്നത് ഓക്സിലറി വെർബ് വെച്ചിട്ടാണ്. ഇവിടെ ആം ആയതുകൊണ്ട് ആമിന്റെ നെഗറ്റീവ് ആറിന്റെ ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആർഡ് ഐ. 11ാമത്തെ ചോദ്യം, പ്ലീസ് കം ഇൻ ഈസ് ഡാഷ് സെന്റൻസ്. ഓപ്ഷൻ എ അസർട്ടീവ്, ഓപ്ഷൻ ബി ഇൻട്രോഗേറ്റീവ്, ഓപ്ഷൻ സി ഇമ്പരേറ്റീവ്, ഓപ്ഷൻ ഡി എക്സ്ക്ലമേറ്ററി. ആൻസർ ഓപ്ഷൻ സി ഇമ്പരേറ്റീവ്. റിക്വസ്റ്റ്, ഓർഡർ, കമാൻഡ്, ബെഗ്ഗിങ് എന്നീ രൂപത്തിൽ വരുന്ന സെന്റൻസുകൾ ഇമ്പരേറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ സി. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ദാറ്റ്, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി ആൻ. ഓപ്ഷൻ എ. ഇവിടെ വൺ ഐഡ് മാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണയായി AEIOU വവൽസിന് മുമ്പ് ആൻ ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വവൽസിൽ ഓ ആണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആൻ ഉപയോഗിക്കണമെന്ന് തോന്നും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ വവൽസ് ആണ് വരുന്നതെങ്കിൽ പോലും ഉച്ചാരണത്തിനനുസരിച്ച് ആനിന് പകരം എ വരും. ഇവിടെ വൺ ഐഡ് മാൻ എന്ന് പറയുമ്പോൾ വൺ എന്നാണ് ഉച്ചാരണം വരുന്നത്. അതുകൊണ്ട് ഇവിടെ ആനിന് പകരം എ വരുന്നു. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ഇൻവൈറ്റഡ് മീ ഐ ഡാഷ്. ഓപ്ഷൻ എ വുഡ് ഹാവ് കം, ഓപ്ഷൻ ബി വുഡ് കം, ഓപ്ഷൻ സി വിൽ കം, ഓപ്ഷൻ ഡി വുഡ് ബി കമ്മിങ്. ആൻസർ ഓപ്ഷൻ ബി വുഡ് കം. കാരണം ഇഫ് ഒരു കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് 3 രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഇഫിൻ്റെ കൂടെ പ്രസന്റ് ടെൻസ് വരികയാണെങ്കിൽ വില്ലും, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ടെൻസ് വന്നാൽ വുഡും, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് വന്നാൽ വുഡ് ഹാവും ഉപയോഗിക്കുന്നു. ഇഫ് യു ഇൻവൈറ്റഡ്, ഇവിടെ ഇൻവൈറ്റഡ് എന്ന് വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിനാൽ വുഡ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഓപ്ഷൻ ബി വുഡ് കം. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഐ ഡാഷ് ഹിം 7 years ago. ഓപ്ഷൻ എ മെറ്റ്, ഓപ്ഷൻ ബി ഹാവ് മെറ്റ്, ഓപ്ഷൻ സി ഹാഡ് മെറ്റ്, ഓപ്ഷൻ ഡി ഹാവ് ബീൻ മെറ്റ്. ആൻസർ ഓപ്ഷൻ എ മെറ്റ്. ഇത് ടെൻസ് എന്ന പാഠഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്നിരിക്കുന്ന ഓപ്ഷൻ എ മെറ്റ് ആണ്. അതിനാൽ ആൻസർ ഓപ്ഷൻ എ മെറ്റ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ. ഓപ്ഷൻ എ ഡു നോട്ട് ബിലോങ്ങിങ്, ഓപ്ഷൻ ബി ബിലോങ്ങിങ്, ഓപ്ഷൻ സി ബിലോങ്സ്, ഓപ്ഷൻ ഡി ഹാസ് ബിലോങ്ഡ്. ആൻസർ ഓപ്ഷൻ സി ബിലോങ്സ്. ഇതും ടെൻസ് എന്ന പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ബിലോങ്സ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഐ വിൽ ഗീവ് യു മൈ ടെലിഫോൺ നമ്പർ ഡാഷ് ടു കോൺടാക്ട് മീ. ഓപ്ഷൻ എ ഇൻ കേസ് യു വിൽ നീഡ്, ഓപ്ഷൻ ബി ഇൻ കേസ് യു മേ നീഡ്, ഓപ്ഷൻ സി ഇൻ കേസ് യു വുഡ് നീഡ്, ഓപ്ഷൻ ഡി ഇൻ കേസ് യു നീഡ്. ആൻസർ ഓപ്ഷൻ ഡി ഇൻ കേസ് യു നീഡ്. ഇൻ കേസ് ഒരു കാര്യം നടന്നേക്കും എന്നതുകൊണ്ട് ഒരു മുൻകരുതൽ എടുക്കുന്നു എന്ന് കാണിക്കുന്നു. ഇവിടെ ഇൻ കേസിന്റെ കൂടെ വെർബിന്റെ പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. ഇൻ കേസ് ഓഫ് ആണെങ്കിൽ ഒരു കാര്യം നടന്നാൽ എന്ത് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഡാഷ് പാസ്ഡ് ദ എക്സാമിനേഷൻ. ആൻസർ ഓപ്ഷൻ സി ഹാസ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ് ഉപയോഗിക്കുമ്പോൾ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, നെയ്തർ ഓഫ് ദം ഡാഷ് ഇൻവൈറ്റഡ് ടു ദ പാർട്ടി. ഓപ്ഷൻ എ വാസ്, ബി വെയർ, സി ഹാഡ്, ഡി ആർ. ആൻസർ ഓപ്ഷൻ എ വാസ്. നെയ്തർ ഓഫ് ദമിന്റെ കൂടെ സിംഗുലർ വെർബാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ എ വാസ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ മീനിങ് ഓഫ് യൂത്തനേസിയ. ഓപ്ഷൻ എ മർഡർ, ഓപ്ഷൻ ബി അസാസിനേഷൻ, ഓപ്ഷൻ സി അട്രോസിറ്റി, ഓപ്ഷൻ ഡി മേഴ്സി കില്ലിംഗ്. ആൻസർ ഓപ്ഷൻ ഡി മേഴ്സി കില്ലിംഗ്. യൂത്തനേസിയയുടെ മീനിങ് മേഴ്സി കില്ലിംഗ് അഥവാ ദയാവധം എന്നാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റാറ്റ്യൂട്ടറി മീൻസ് ഡാഷ്. ഓപ്ഷൻ എ about statutes, B fixed or controlled by law, C pertaining to statutes, D stationary. Answer option B fixed or controlled by law. Statutory means നിയമപ്രകാരം അല്ലെങ്കിൽ നിയമവിധേയം എന്നാണ്. ഇവിടെ ലാബ് അറ്റൻഡർ, തിയേറ്റർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് നടന്ന PSC പരീക്ഷയിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സൊല്യൂഷൻസും വിശദീകരിച്ചു എന്നേ ഉള്ളൂ. വിശദമായ ക്ലാസ്സുകൾ ഗുരുകുല ഭാരതത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ കാണുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്